ഇന്ന് പലതരത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ സംഘത്തിന് പങ്കുണ്ടായിരുന്നോ? അങ്ങനെയുള്ള നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട്. നിരവധിയായ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളിൽ സംഘത്തിൻ്റെ കാര്യകർത്താക്കന്മാർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പ്രധാനമായിട്ടും സമൂഹത്തിന് സേവനം നൽകുക എന്ന ഒരു സന്ദേശമാണ് സംഘത്തിൽ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്നാണ്. അടുത്തു നിൽക്കുന്നവരെ സഹായിക്കാൻ സാധിക്കാത്തവരുടെ അടുത്ത് ഈശ്വരൻ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമാജ സേവ ഈശ്വര സേവയായി കണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ആ ഒരു സങ്കല്പമാണ് സംഘത്തിൽ കൂടി നിരവധി വർഷങ്ങളായിട്ട് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും സ്നേഹിക്കുക, സ്നേഹം എന്ന ഒരു ചരടിൻ്റെ അടിസ്ഥാനത്തിൽ പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം, ആ ശശിബിംബമായിട്ട് സ്വയം സേവകർക്ക് മാറാൻ സാധിക്കാനുള്ള സംഘടനാ മന്ത്രമാണ് ഡോക്ടർ ജി ശാഖയിൽ കൂടി പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സംഘത്തിൻ്റെ ശതാബ്ദിയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് 100 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവാണ് ഒരു സംഘടനയെ സംബന്ധിച്ച്. ഇന്ന് 100 വർഷമായ ഏതൊക്കെ സംഘടനകൾ ഏതൊക്കെ രീതിയിലാണ് ഭാരതത്തിൽ നിലനിൽക്കുന്നതെന്ന് ചിന്തിക്കണം. ആദ്യം സൂചിപ്പിച്ചു 1857 ഒന്നാം സ്വാതന്ത്ര്യ പ്രക്ഷോഭം നടന്നു. പരാജയപ്പെട്ടെങ്കിലും അതിൻ്റെ അലയൊലികൾ ഭാരതത്തിൽ അങ്ങിങ്ങ് നിലനിന്നിരുന്നു. അത് വീണ്ടും ഉയർന്നു വരുമ്പോൾ അതിനൊരു സേഫ്റ്റി വാൽവായിട്ട് രൂപപ്പെട്ടതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അലൻ ഒക്ടോവിയൻ ഹ്യൂം 1885 ബ്രിട്ടീഷുകാരുടെ കുബുദ്ധിയാൽ രൂപീകരിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിൻ്റെ ഉദ്ദേശം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം നേടുക എന്നത് മാത്രമായിരുന്നു. അത് ലഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രസക്തിയും നഷ്ടപ്പെട്ടു. ഇന്നും അതിന് പ്രസക്തി ഇല്ലാതെ തീർന്നിരിക്കുന്നു. മറ്റൊരു സംഘടന 1917 റഷ്യൻ റവല്യൂഷനിൽ ആവേശം ഉൾക്കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഭാരതത്തിൽ ആരംഭിച്ചു. അതും 1925 ഡിസംബർ മാസത്തിൽ ആരംഭിച്ച് അതിന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഭാരതത്തിൻ്റെ ഒരു കടലോരത്ത് മാത്രം ഒതുങ്ങിപ്പോയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതാണ് ഇന്ന് മറ്റ് സംഘടനകളുടെ അവസ്ഥ. ഈ സമയത്താണ് സംഘത്തിൻ്റെ പ്രസക്തിയുള്ളത്. ഇന്നും സംഘം ആദ്യം സൂചിപ്പിച്ചതുപോലെ എന്താണോ സംഘം തുടങ്ങിയ സമയത്ത് ചിന്തിച്ചത് അതേ ആശയങ്ങളിൽ അതേ തത്വങ്ങളിൽ വെള്ളം ചേർക്കാതെ ഇന്നും ശക്തമായി നിലകൊള്ളുന്നു. സംഘത്തിൻ്റെ അടിസ്ഥാന തത്വം എന്നുള്ളത് ഭാരതം ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ളതാണ്. ഇവിടുത്തെ ദേശീയത അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷതേ. ഹിന്ദുസ്ഥാനമാണ് ഇത്. അതാണ് നമ്മുടെ സങ്കല്പം. ആ സങ്കല്പത്തിൽ വിവിധ മതങ്ങൾക്ക് ഏത് മതം വേണമെങ്കിലും ആചരിക്കാം. അതിനൊന്നും നമ്മൾ എതിരല്ല. സംഘടിതമായ മതം മാറ്റം, ഓർഗനൈസ്ഡ് കൺവേർഷനെയാണ് സംഘം എതിർക്കുന്നത്. സംഘടിതമായിട്ട് മതം മാറ്റുന്ന സമയത്ത് മതം മാറുമ്പോൾ മനസ്സ് മാറുന്നു, നമ്മുടെ ഭൂമി മാറുന്നു. ഭൂമി നഷ്ടപ്പെടുമ്പോൾ അവിടെ രാഷ്ട്രത്തിൻ്റെ വിഘടനവാദം ശക്തിപ്പെടുന്നു. ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമാവുന്ന സമയത്ത് വിഘടനവാദം രൂപപ്പെടുകയാണ്. ആ വിഘടനവാദത്തെയാണ്, അതുകൊണ്ടാണ് സംഘം മതപരിവർത്തനത്തെ എതിർക്കുന്നത്. നമ്മളിൽ വിവിധങ്ങളായ ആരാധനാ സമ്പ്രദായങ്ങളുണ്ട്, വേഷവിധാനങ്ങളുണ്ട്, ജീവിത രീതികളുണ്ട്, വസ്ത്രധാരണ രീതികളുണ്ട്, വേഷഭൂഷ എല്ലാം വ്യത്യസ്തമാണെങ്കിലും നമ്മളെ കോർത്തു നിൽക്കുന്ന ഒരു ചരട് എന്ന് പറയുന്നത് ഹിന്ദുത്വമാണ്. അതിൽ നമ്മുടെ പുരാണങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു. സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹം മാന ഗ്രാമമുണ്ട് ഉത്തരാഖണ്ഡിലെ, ഭാരതത്തിൻ്റെ അവസാനത്തെ ഗ്രാമം എന്നാണ് പറയുന്നത്. അവിടെ -30 ഡിഗ്രിയൊക്കെ തണുപ്പ് വരും. അദ്ദേഹം യാത്ര ചെയ്ത സമയത്ത് അവിടെ എത്തിയപ്പോൾ ഒരു വൃദ്ധൻ അവിടെ രാമായണം വായിച്ചുകൊണ്ടിരിക്കുക. അത് കേരളത്തിൽ വന്നാലും കാണാം, അങ്ങ് മാന ഗ്രാമത്തിൽ പോയാലും കാണാം, കാശ്മീരിൽ പോയാലും കാണാം, ഉത്തർപ്രദേശിൽ പോയാൽ. അത് ഭാരതത്തിൻ്റെ ഒരു സംസ്കൃതിയാണ്. നമ്മുടെ ഗ്രന്ഥങ്ങളെ അംഗീകരിക്കുക, നമ്മുടെ ചില അടിസ്ഥാന ഭൂമിയെ മാതാവായി കാണുക, ഗംഗയെ മാതാവായി കാണുക, പശുവിനെ മാതാവായി കാണുക, ഇതെല്ലാം നമ്മുടെ തത്വങ്ങളാണ്. ഈ തത്വങ്ങളെ അംഗീകരിക്കാൻ തയ്യാറായാൽ
അവരെ ദേശീയ ഹിന്ദു എന്ന് നമ്മൾ വിളിക്കും. അതാണ് സംഘത്തിൻ്റെ കാഴ്ചപ്പാട്. നമ്മൾ യുഗങ്ങൾക്ക് മുമ്പ് മെക്സിക്കോ, അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ പോയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വാജ്പേയി തൻ്റെ ഒരു കവിതയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഭൂമി കീഴടക്കിയിട്ടില്ല, നമ്മൾ കീഴടക്കിയത് ഹൃദയങ്ങളാണ്. ഹൃദയങ്ങൾ കീഴടക്കാൻ അത് നമ്മുടെ ഈ സഹിഷ്ണു മതങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വസുധൈവ കുടുംബകം, ഭൂമിയെ മുഴുവൻ അമ്മയായി കണ്ടുകൊണ്ട്, ലോകത്തെ മുഴുവൻ കുടുംബമായി കണ്ടുകൊണ്ട് ആ ഒരു സങ്കല്പം അതുതന്നെയാണ് അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണയേവജ നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. ആ ഒരു സങ്കല്പം ഭഗവത്ഗീതയിൽ കൂടി നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കൂടി പഠിക്കുന്നു. ഈ ഒരു ആശയം സംഘത്തിൻ്റെ ശാഖകളിൽ കൂടി രൂപപ്പെടുകയാണ്. അങ്ങനെയുള്ള വ്യക്തികളാണ് സംഘശാഖയിൽ കൂടി വളർന്നു വരുന്നത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന സംഘത്തിൻ്റെ പ്രാർത്ഥനയിലെ അവസാന വരിയിൽ പറയുന്നുണ്ട്, പരം വൈഭവന്നേതുമേതത്സ്വരാഷ്ട്രം. ഈ രാഷ്ട്രത്തിൻ്റെ പരമമായ വൈഭവം, വൈഭവശാലിയായ ഒരു രാഷ്ട്രം. ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കും. പക്ഷേ ഉദ്ദേശശുദ്ധി മാത്രം പോരാ, അതിനുള്ള കാര്യപദ്ധതികൾ കൂടി അവിടെ വേണ്ടതുണ്ട്. ആ കാര്യപദ്ധതിയാണ് സംഘത്തിൻ്റെ 1 മണിക്കൂർ ശാഖയിൽ കൂടി അഭ്യസിപ്പിക്കുന്നത്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ. ആ ആരോഗ്യമുള്ള ശരീരമുണ്ടാക്കാനായിട്ടുള്ള കാര്യപദ്ധതികളും സംഘത്തിൻ്റെ ശാഖയിൽ കൂടി നമ്മൾ നടത്തി വരുന്നു. മാതൃകകളെയാണ് സംഘത്തിൽ ശാഖയിൽ കൂടി സൃഷ്ടിക്കുന്നത്. മഹത്വമാർന്നൊരു മാതൃക വേണം നമുക്ക് പിന്തുടരാൻ. അങ്ങനെയുള്ള മാതൃകകളെ സംഘത്തിൽ ശാഖകളിൽ കൂടി സൃഷ്ടിച്ച് അവരെ സമൂഹത്തിന് നൽകുക, നിസ്വാർത്ഥരായ മോഡൽ സൃഷ്ടിക്കുക. ഡോക്ടർ ജിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ വസ്തുക്കൾ അവിടെ ഒരു അലമാരയിൽ പ്രദർശനത്തിന് വെച്ച്, മുഴുവൻ വസ്തുക്കളും. അതിൽ 3 ഷെൽഫ് നിറയെ അദ്ദേഹത്തിന് വന്നതും അദ്ദേഹം അയച്ചതുമായ കത്തുകളായിരുന്നു. ഒരു ഷെൽഫിൽ അദ്ദേഹത്തിൻ്റെ ഒരു കീറി പഴകിയ കോട്ടും ഒരു ലാട്ടിയുമാണ് ഉണ്ടായിരുന്നത്. അതാണ് ഡോക്ടർ ജിയുടെ ആകെ ഉള്ള സമ്പാദ്യം. അന്ന് അദ്ദേഹം ഡോക്ടർ ബിരുദം നേടിയ ആളാണ്. സമൂഹത്തിൽ 100 വർഷം മുമ്പാണെന്ന് ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെ അവസാനമുണ്ടായിരുന്ന സമ്പാദ്യം ഇതുമാത്രമാണ്. ഈ ഒരു സമ്പാദ്യ മെസ്സേജാണ് സംഘത്തിൻ്റെ കാര്യകർത്താക്കന്മാരിലേക്ക് സംഘം പകർന്നു നൽകുന്നത്. 1925 സംഘം ആരംഭിച്ചത്. 1940 ആയപ്പോഴത്തേക്കും സംഘം ഭാരതം മുഴുവൻ വ്യാപിച്ചിരുന്നു. സംഘത്തിൻ്റെ സംഘശിക്ഷാ വർഗുണ്ട്, 3യ വർഷ സംഘശിക്ഷാ വർഗ്. ഡോക്ടർ ജിയുടെ അവസാന കാലമായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ സംഘശിക്ഷാ വർഗിൽ പങ്കെടുക്കണമെന്ന് അദ്ദേഹം ആശിച്ചു. അന്നവിടെ പങ്കെടുത്ത സ്വയം സേവകരെ കണ്ട്, ശിക്ഷാർത്ഥികളെ കണ്ട് അദ്ദേഹം പറഞ്ഞു, ഭാരതത്തിൻ്റെ ഒരു ചെറുരൂപം ഞാൻ നിങ്ങളിൽ കാണുന്നു എന്നാണ് പറഞ്ഞത്. കാരണം കേവലം 15 വർഷം കൊണ്ട് ഭാരതം മുഴുവൻ സംഘം വ്യാപരിച്ചു. രാജനൈതിക രംഗത്തായാലും, തൊഴിൽ, വിദ്യാർത്ഥി, അതുപോലെ വനവാസി, എല്ലാ മേഖലകളിലും ഇന്ന് സംഘം പ്രഥമ ശ്രേണിയിൽ തന്നെ നിൽക്കുന്നു. പല സമാന സംഘടനകളിലും സംഘം പ്രവർത്തിച്ച് അഗ്രേസർമാരായി മാറിക്കൊണ്ടിരിക്കുന്നു. വിശ്വവിഭാഗിൽ തന്നെ പ്രവർത്തിച്ച് 52ഓളം രാജ്യങ്ങളിൽ ഇന്ന് സംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ലളിതമായ പ്രവർത്തന പദ്ധതിയാണ് സംഘത്തിനുള്ളത്. സംഘത്തിന് മെമ്പർഷിപ്പില്ല, അംഗത്വ ഫീസില്ല, അതുപോലെ പ്രത്യേകം ഓഫീസ് ആവശ്യമില്ല സംഘത്തിന്. സംഘത്തിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞ വീടുകളാണ് സംഘ കാര്യാലയങ്ങൾ. ആ രീതിയിലാണ് അനുദിനം സംഘം വളർന്നുകൊണ്ടിരിക്കുന്നത്.